Good evening, dear students. Due to the continuous holidays caused by heavy rain, we are conducting online classes to help you in your studies and to prepare for the upcoming autumn examination. So, listen carefully and actively participate in this class. Today, we are going to discuss about a new topic in the chapter Constitution, Path and Guiding Light. That is precursor to the Constitution. നമ്മുടെ ഭരണഘടനയുടെ മുൻഗാമി ആരായിരുന്നു, അതാണ് നമ്മൾ ഇന്ന് ആദ്യത്തെ ടോപ്പിക്കായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും കൃത്യമായി കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഹിയർ ഇസ് എൻ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. India became independent on 15th August 1947, but the constitution came into force only on 26th January 1950. So what was followed during this period? നമുക്കറിയാം, നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം ലഭിക്കുന്നത് 1947 ഓഗസ്റ്റ് 15-നാണ്. മാത്രമല്ല, നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നത് 1950 ജനുവരി 26-നുമാണ്. ഈ ഒരു ടൈം ഗ്യാപ്പിനിടയിൽ നമ്മൾ എന്താണ് പിന്തുടർന്നിരുന്നത്, എന്താണ് ഫോളോ ചെയ്തിരുന്നത്, അതാണ് ചോദ്യം. അതിന് ഉത്തരം മറ്റൊന്നുമല്ല. ദ ആൻസർ ഈസ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ് നമ്മൾ ആ ഒരു പീരീഡിനുള്ള ഇടയിൽ എന്ത് ചെയ്തിരുന്നത്, പിന്തുടർന്നിരുന്നത്. ഓക്കെ, what we followed was Government of India Act that was passed by British in 1935 until we became a republic. Many ideas and provisions of our constitution were taken from this act. ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസ് ചെയ്ത ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസ് ചെയ്ത ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് നമ്മൾ ആ സമയം വരെയും എന്ത് ചെയ്തത്, പിന്തുടർന്നിരുന്നത്. മാത്രമല്ല, നമ്മുടെ ഇപ്പോഴത്തെ ഭരണഘടനയിൽ ചില നിയമങ്ങളും ചില പ്രൊവിഷൻസും നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളതാണ് എന്ന വസ്തുത കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർമ്മിക്കുക. ഓക്കെ, അവർ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 26 ജാനുവരി 1950 റീപ്ലേസിംഗ് ദിസ് ആക്ട്. ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന 1950 ജനുവരി 26-ന് ഔദ്യോഗികമായി എന്ത് ചെയ്യുന്നത്, നിലവിൽ വരുന്നത്. ഓക്കെ, ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായി നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. Here you can see a diagram that depict the features of Government of India Act. Okay, the first one is bicameral legislature in 6 provinces. Bicameral legislature. എന്താണ് ഈ ബൈകാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ? ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ 6 പ്രവിശ്യകളിൽ നിലനിന്നിരുന്നു. എന്താണ് ഈ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് പറഞ്ഞാൽ? 2 സഭകളാണ് ഉണ്ടാവുക. നിയമങ്ങൾ നിർമ്മിക്കാനും അത് പാസ് ചെയ്യാനും 2 സഭകളുണ്ടാവും. ഉദാഹരണം, നമ്മുടെ ഇന്ത്യയുടെ കാര്യത്തിൽ നിലവിലുള്ള സ്ഥിതി എടുക്കുകയാണെങ്കിൽ ലോക്സഭ, രാജ്യസഭ. ഈ 2 സഭകളിലും നിയമം പാസ്സായാൽ മാത്രമാണ് അത് ഔദ്യോഗികമായിട്ട് ഒരു ആക്റ്റായി മാറുകയുള്ളൂ. അതുപോലെ എന്തായിരുന്നു, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ബൈകാമറൽ ലെജിസ്ലേച്ചർ ആയിരുന്നു 6 പ്രവിശ്യകളിലും നിലനിന്നിരുന്നത്. അതാണ് ആദ്യത്തെ ഒരു ഫീച്ചറായിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ നമുക്ക് നോക്കാം. ബൈകാമറൽ ലെജിസ്ലേച്ചർ അറ്റ് ദി സെൻറ്റർ. കേന്ദ്രത്തിലും നിലവിൽ ഉണ്ടായിരുന്നത് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. കേന്ദ്രത്തിലും നിലവിലുണ്ടായിരുന്നത് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. പവർ ഡിവൈഡഡ് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് പ്രോവിൻസസ്. കേന്ദ്രവും പ്രവിശ്യകളും തമ്മിൽ അധികാരം ഡിവൈഡ് ചെയ്തിരുന്നു, വിഭജിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആറിന് അവരുടേതായിട്ടുള്ള അധികാരങ്ങളുണ്ടായിരുന്നു, മറ്റ് പ്രൊവിൻസസ് അതായത് പ്രവിശ്യകൾക്ക് അവരുടേതായിട്ടുള്ള പവർ. ആ രൂപത്തിൽ അധികാരം എന്ത് ചെയ്തിരുന്നു, ഈ 2 അതായത് കേന്ദ്രത്തിനിടയിലും അതേപോലെ തന്നെ പ്രവിശ്യകൾക്കിടയിലും അധികാരം വിഭജിച്ച് നൽകിയിരുന്നു. ഇതാണ് അടുത്തൊരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, സ്പെഷ്യൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഫോർ വീക്കർ സെക്ഷൻസ്, വുമൺ ആൻഡ് വർക്കേഴ്സ്. പ്രത്യേകമായ കോൺസ്റ്റിറ്റ്യുവൻസി നിലവിലുണ്ടായിരുന്നു. ദുർബലരായിട്ടുള്ള വിഭാഗത്തിന്, സ്ത്രീകൾക്ക്, അതായത് തന്നെ പിന്നോക്കം നിൽക്കുന്ന വിഭാഗം, ഇവർക്ക് പ്രത്യേകമായ കോൺസ്റ്റിറ്റ്യുവൻസി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഉറപ്പുവരുത്തിയിരുന്നു. അതേപോലെ 321 സെക്ഷൻസ് ആൻഡ് 10 ഷെഡ്യൂൾ. ഇതിൻ്റെ മറ്റു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. 321 സെക്ഷൻസും 10 ഷെഡ്യൂളുകളും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് ഉണ്ടായിരുന്നു. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദ ഫ്രെയിമിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഭരണഘടനയുടെ നിർമ്മിതിയിലേക്ക് നമുക്ക് കടക്കാം. Okay, in 1946, the Cabinet Mission came to India to discuss the transfer of power. 1946 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വരുന്നത്. അധികാര കൈമാറ്റത്തെ പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാബിനറ്റ് മിഷൻ എത്തുന്നത്. One of its important proposal was to prepare a code of law for independent India. നമ്മുടെ സ്വതന്ത്ര ഇന്ത്യക്ക് ഒരു നിയമസംഹിത വേണം എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രപ്പോസലായി വെച്ചിട്ടുള്ളത്.
വിത്ത് ദിസ് ഒബ്ജക്റ്റീവ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വാസ് ഫോംഡ്. അങ്ങനെയാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ത് ചെയ്യുന്നത്, രൂപകൽപ്പന ചെയ്യുന്നത് അല്ലെങ്കിൽ രൂപപ്പെടുന്നത്. The Constituent Assembly played the central role in preparing the Constitution of India. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്നതിൽ മുഖ്യ പങ്ക് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട റോള് വഹിച്ചിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയാണ്, ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ഓക്കെ, അപ്പം ഭരണഘടനാ നിർമ്മാണ സഭ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപകൽപ്പന ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അതിൻ്റെ ചർച്ചകളിൽ കൃത്യമായി പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, then take a look at the diagram that show the Constituent Assembly key features. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് റിമെമ്പർ ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് അബൌട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വാസ് ഹെൽഡ് ഓൺ 9th December 1946. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ യോഗം ചേരുന്നത് 1946 ഡിസംബർ 9-നാണ്. ദ ഇലക്റ്റഡ് ചെയർമാൻ വാസ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇതിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. And the chairman of the drafting committee was Dr. B.R. Ambedkar. ഭരണഘടന രൂപകൽപ്പന ചെയ്യാൻ അതിൻ്റെ ചുമതലയുള്ള വ്യക്തി നമ്മുടെ ഡോക്ടർ B.R. അംബേദ്കർ ആയിരുന്നു. ഭരണഘടനയുടെ മേക്കർ, ഡ്രാഫ്റ്റർ ആയി അറിയപ്പെടുന്നതും ആര് തന്നെയാണ്, നമ്മുടെ ഡോക്ടർ B.R. അംബേദ്കർ ആണ്. ഓക്കെ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് അഡോപ്റ്റഡ് ആൻഡ് സൈൻഡ് ഓൺ 26 November 1949. അങ്ങനെ ഭരണഘടന ഏറ്റെടുക്കുന്നതും അത് സൈൻ ചെയ്യുന്നത് 1949 നവംബർ 26-നാണ്. അന്ന് ഒപ്പുവെക്കുക മാത്രമാണ് ചെയ്തത്. And it came into force on 26 January 1950. 1950 ജനുവരി 26-നാണ് നമ്മുടെ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വരുന്നത്. The constitution took 2 years, 11 months and 17 days to be framed. അപ്പം ഭരണഘടന രൂപകൽപ്പന ചെയ്ത് അത് ഫ്രെയിം ചെയ്ത് കഴിയാൻ 2 വർഷവും 11 മാസവും 17 ദിവസവുമാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ we can collect furthermore details about Dr. B.R. Ambedkar. Okay, Dr. B.R. Ambedkar was the chairman of the drafting committee. He made a detailed study of constitutions of about 60 countries, and he wanted to adopt the good features of the countries' constitutions. At the same time, he gave due importance to India's diversity, historical traditions and culture. Therefore, Dr. B.R. Ambedkar played a very important role in framing the Constitution of India. Our next topic is diverse features of Indian Constitution. India has the largest written constitution in the world. Our constitution, which came into force on 26 January 1950, had 22 parts, 395 articles and 8 schedules. What are the main features of our constitution? അതാണ് നമ്മൾ ഇത് നോക്കാൻ പോകുന്നത്. നമ്മുടെ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെ. ഫസ്റ്റ് വൺ, പാർലമെന്ററി ഡെമോക്രസി. ഒന്നാമത്തെ പോയിന്റ് പാർലമെന്ററി ഡെമോക്രസിയാണ്. In India, the legislature controls the executive of the country. In simple words, the government is responsible to the elected representative of the people. That is parliamentary democracy. അതായത് പാർലമെന്ററി ജനാധിപത്യം എന്നാൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളടങ്ങുന്ന ഒരു സഭയ്ക്ക് പരമാധികാരമുള്ള ഭരണരീതിയാണ്. ഇന്ത്യ, അതേപോലെ UK തുടങ്ങിയ രാജ്യങ്ങളിൽ എന്ത് ചെയ്യുക, ഈ രീതിയാണ് നിലവിലുള്ളത്. അതാണ് പാർലമെന്ററി ഡെമോക്രസി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മുടെ സെക്കൻഡ് പോയിന്റ്, രണ്ടാമത്തെ പോയിന്റിലേക്ക് പോവാം. ഒന്നാമത് നമ്മൾ ഡിസ്കസ് ചെയ്തത് പാർലമെന്ററി ഡെമോക്രസിയാണ്. സെക്കൻഡ്, പോപ്പുലർ സോവറിനിറ്റി. It means that all powers of the nation originate from people. The people are the ultimate source of political power in a democracy. ഇപ്പം ജനാധിപത്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പരമാധികാരി എന്ന് പറയുന്നത് ജനങ്ങളാണ്. അതാണ് പോപ്പുലർ സോവറിനിറ്റി. ഓക്കെ, ദെൻ തേർഡ് പോയിന്റ്, ഫണ്ടമെന്റൽ റൈറ്റ്സ്. Now let us look at fundamental rights. The Constitution guarantees certain basic rights to every individual. These rights help to protect the freedom, equality and dignity of citizens. പൗരന്മാർക്ക് അവരുടെ സ്വാതന്ത്ര്യം, സമത്വം, അതേപോലെ അന്തസ്സ് ഇത് ഉറപ്പുവരുത്തുന്നതാണ് അവരുടെ മൗലികമായ അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ഭരണഘടന ഉറപ്പുവരുത്തുന്നുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് സിറ്റിസൺ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. Fundamental duties are the responsibilities that every individual owe to the nation and society. നമ്മുടെ നേഷനോടും അതേപോലെ തന്നെ സൊസൈറ്റിയോടും സമൂഹത്തോടുമുള്ള ഉത്തരവാദിത്തങ്ങളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അത് ഏതൊരു പൗരനും എന്തുണ്ട്, അവരിൽ നിക്ഷിപ്തമാണ് അവരുടെ രാജ്യത്തോടുള്ള ഉത്തരവാദിത്തം, അതേപോലെ തന്നെ അവരുടെ സൊസൈറ്റിയോടുള്ള ഉത്തരവാദിത്തം. സോ സിറ്റിസൺ വി ഹാവ് ബോത്ത് റൈറ്റ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അതുകൊണ്ട്
ആസ് എ സിറ്റിസൺ വി ഹാവ് ബോത്ത് റൈറ്റ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഒരു പൗരൻ എന്ന രൂപത്തിൽ നമുക്ക് അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട് എന്നത് ഓർമ്മിക്കുക. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോവാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. Another important feature is directive principle of state policy. These are directions given to the government to ensure social and economic justice and welfare. ഇത് ഗവൺമെന്റിന് കൊടുക്കുന്ന ഡയറക്ഷൻസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള നീതിയും ക്ഷേമവും ഉറപ്പുവരുത്തുക. അതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ ലക്ഷ്യം. ഓക്കെ, ദേ ഗൈഡ് ദ ഗവൺമെന്റ് ഇൻ മേക്കിംഗ് പോളിസീസ് ഫോർ ദ വെൽ ബീയിങ് ഓഫ് ദ പീപ്പിൾ. അതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, റൂൾ ഓഫ് ലോ. It means that all citizens are subjected to the law. All citizens are subjected to the law. No person is above the law. Everyone is treated according to the law. എല്ലാവരും നിയമത്തിന്റെ മുന്നിൽ തുല്യരാണ്. ആരും നിയമത്തിന് അതീതരല്ല. അതാണ് റൂൾ ഓഫ് ലോ ഉറപ്പുവരുത്തുന്ന. ഓക്കെ, നെക്സ്റ്റ്, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി. Now let us understand universal adult franchisee. It means that every citizen who has attained the age of 18 years has the right to vote subject to the law. 18 വയസ്സ് പൂർത്തിയായ എല്ലാ പൗരന്മാർക്കും വോട്ടവകാശം ലഭിക്കുന്നു. ദിസ് ഗീവ് ദ പീപ്പിൾ ദ ഓപ്പർച്യൂണിറ്റി ടു ചൂസ് ദ റെപ്രസെൻറ്റേറ്റീവ്. പൗരന്മാർക്ക് ജനാധിപത്യ രാജ്യത്ത് അവരുടെ ഇടയിലുള്ള ഒരു പ്രതിനിധിയെ, ഭരണാധികാരിയെ ലഭിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഇതിലൂടെ എന്ത് ചെയ്യുന്നത്, ലഭിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യറി. The next feature is independent and impartial judiciary. The judiciary is independent of the legislature and executive, and this independence help us or help the court to give decisions fairly and without undue influence. നീതിന്യായ പീഠത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ എന്താ പറയുക, നയങ്ങളിൽ ഇടപെടാതെ അല്ലെങ്കിൽ സ്വതന്ത്രമായി കൊണ്ട് തീരുമാനങ്ങൾ എടുക്കാനും വിധി പ്രഖ്യാപിക്കാനും അവർക്ക് എന്ത് ചെയ്യുക കഴിയുന്നു എന്നതാണ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യറി കൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഫെഡറലിസം. Another important feature is federalism. In a federal system, the powers are divided between the central government and state government. ഫെഡറൽ സിസ്റ്റം നോക്കുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിനും അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിനും അവരുടേതായിട്ടുള്ള അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. അത് നിറവേറ്റുക എന്നതാണ് ഫെഡറലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The both levels of government have their own areas of responsibility. Okay, next, single citizenship. Finally, we have single citizenship. In India, there is only one citizenship for whole country. There is no separate citizenship for individual state. ഒരു പൗരത്വം മാത്രമാണ് നമ്മുടെ രാജ്യത്ത് ഉറപ്പുവരുന്നത്. അതാണ് അവസാനത്തെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ, എടുത്ത കാര്യങ്ങളെല്ലാം ഒന്ന് എന്ത് ചെയ്യുക, വായിക്കുക, ടെക്സ്റ്റ് ബുക്ക് വെച്ച് വായിക്കുക. എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ അടുത്ത ദിവസം നമ്മുടെ റെഗുലർ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇത് ഒക്കെ വായിച്ച് വരിക. ഇതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് ഞാൻ ഗ്രൂപ്പിൽ അയക്കാം. ഓക്കെ, അപ്പം ഇതുവരെ നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ച കുട്ടികൾക്ക് എന്ത് ചെയ്യാണ്, പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയാണ്. ഓക്കെ.